ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 7. ഹോട്ടലിൻ്റെ മുകളിലത്തെ മുറിയിൽ നിന്നും ആദിയോടൊപ്പമായിരുന്നു അഞ്ജലി. ഈ ചെക്കൻ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് എല്ലാം കഷ്ടമായി. അഞ്ജലി ആദിയെ നോക്കി പറഞ്ഞു, അണ്ണ, നമ്മളിതിങ്ങനെ ഇവിടെ കാത്തു നിൽക്കുന്നത് എന്തിനാ? നിന്റെ അച്ഛൻ്റെ ഗുണ്ടകളിലെ ആ മുറിയിൽ അവൻ്റെ കൂടെ അവൻ അവിടെ അവനെ നോക്കിക്കോളും. മുതൽ ആദികാശിനെ ഇഷ്ടമേ അല്ലായിരുന്നു. അവൻ എന്ത് സംഭവിച്ചാലും ആദ്യം അത് ബാധിക്കാനും പോകുന്നില്ല. എയർപോർട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങൾ അവന് ദേഷ്യം ഉണ്ടായിരുന്നതിനാൽ അവനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് അവൻ അഞ്ജലിയോടൊപ്പം വന്നത്. പക്ഷേ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുമെന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. മണ്ടത്തരം വരാതെ ഇരുന്നാ മതി. അച്ഛനൊന്നും ഓർക്കാതെ നമ്മൾ എവിടെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അഞ്ജലി ചോദിച്ചു. എന്നാലും മര്യാദക്ക് വീട്ടിലിരുന്ന് റൊമാൻസ് ചെയ്യുന്ന നേരത്താ ഈ ചെക്കനെ നോക്കാൻ തന്നെ വിട്ടേക്കുന്നത്. അതിനിപ്പോൾ എന്താ, നീയും ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയില്ലേ, റൊമാൻസ് ഇവിടെയും ആവാമല്ലോ എന്ന് അഞ്ജലി ആദിയുടെ നെഞ്ചിൽ ചാരിക്കൊണ്ട് തന്നെ പറഞ്ഞു. അവൻ അത് കേട്ട് അവളെ ചേർത്ത് പിടിച്ചു. അഞ്ജലി അവൻ്റെ കവിളിൽ ഇങ്ങനെ ചുണ്ട് ചേർത്തു. ആദി അവളുടെ ചുണ്ടിൽ നിന്നൊന്ന് മുത്തി. അല്പനേരം അങ്ങനെ സംസാരിച്ചിട്ട് അവരിരുന്നു. ഇടയ്ക്ക് അഞ്ജലി അവനിൽ നിന്നും മാറി ചോദിച്ചു, ആദി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തിനാ എന്ന് ആദി അവളെ നോക്കി. അല്ല, ചേച്ചി അപ്പോൾ തിരിച്ചു വന്നില്ലേ, അതിനെക്കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അവൾ വന്നതല്ലല്ലോ, നിന്റെ അച്ഛൻ വരുത്തിയതല്ലേ. നീലിമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആദിക്ക് പഴയ സ്നേഹമുണ്ടോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു അഞ്ജലി. എന്നാ അത് പോട്ടെ, ആ കൊച്ചിൻ്റെ തന്ത സിദ്ധാർത്ഥാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അഞ്ജലി ചോദിച്ചത് കേട്ട് ആദ്യം ഒന്നും മിണ്ടിയില്ല. അപ്പോഴത്തെ അഞ്ജലി അവനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കറിയില്ല എന്ന് ആദി നിർവികാരമായി പറഞ്ഞു. അത് കേട്ട് അഞ്ജലി പരിഹസിച്ചു. എന്നാലും ആദി, ചേച്ചി അന്ന് നിന്നെ ചതിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയാതെ പോയത്. അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞേനെ അല്ലേ? അല്ല, നീ എന്തിനാ ഈ വിഷയം ഇങ്ങനെ എടുത്തിരുന്നത്? ഒന്നുമില്ല, അന്ന് അവൾ ചതിച്ചത് നന്നായി എന്നും അതുകൊണ്ടാ നിന്നെ എനിക്ക് കിട്ടിയതെന്നൊക്കെ നീ പറയുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് അഞ്ജലി മുഖമീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകൾ സത്യമാണെന്ന് കരുതി ആദി അവളെ ചേർത്ത് പിടിച്ചു. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാവുന്നതല്ലേ? അതെ, എന്നാലും ചേച്ചി അങ്ങനെയൊക്കെ നിന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ആ വിഷയം നീ വിട്ടേക്ക്. അന്നത്തെ വിഷയത്തിൽ നീലിമ പറഞ്ഞതൊന്നും തന്നെ ആരും വിശ്വസിച്ചില്ലായിരുന്നു. അവൾക്ക് എന്താണെന്ന് സംഭവിച്ചത് എന്ന് നമുക്കാർക്കും അറിയില്ല. സോ ആ വിഷയം ഇനി എനിക്ക് സംസാരിക്കേണ്ട എന്ന് കേട്ടപ്പോൾ തന്നെ അഞ്ജലിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ അതൊട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ ശ്രമിച്ചത്. ആദ്യം പുറമേ കാണിക്കുന്ന വെറുപ്പൊന്നും തന്നെ നീലിമയോട് അവന് ഇല്ല എന്ന് അഞ്ജലിക്ക് മനസ്സിലായി. അതോടെ ആദി തന്നെ വിട്ടുപോകുമോ എന്നുള്ള ഭയം അവളുടെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു കൊണ്ടിരുന്നു. എന്താ ആദി? അഞ്ജലിയുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഒന്നുമില്ല, എന്തോ ഒരു തലവേദന. അഞ്ജലി അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി നേരെ ബെഡിലേക്ക് കിടന്നു. അവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണം അറിയാതെ അവൻ അവളെ തന്നെ നോക്കി. പിറ്റേന്ന് രാവിലെ നീലിമ ഹോട്ടലിൽ ഇങ്ങനെ ജോലി ചെയ്യാൻ വന്നു. അവളുടെ മുഖത്ത് വല്ലാത്ത ക്ഷീണം പ്രകടമാണ്. അശ്വിനെ കാണാതെ അവൾക്ക് ഉറങ്ങാൻ പോലും സാധിച്ചില്ല. ഇന്നലെ മുതൽ അവൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അശ്വിനെ ഇന്നെന്തായാലും കണ്ടുപിടിക്കണമെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് നീലിമ വന്നത്. അവൾ വെയിറ്റർ വേഷം എടുത്തിട്ട് ധരിച്ചിട്ട് സൂപ്പർവൈസറുടെ അടുത്തേക്ക് ചെന്നു. നേരത്തെ അവൾ വന്നത് കണ്ട് സൂപ്പർവൈസർ പറഞ്ഞു, ഇങ്ങനെ വേണം ഒരു കുട്ടി. ഇത്ര നേരത്തെ കൃത്യനിഷ്ഠതയുള്ള കുട്ടികൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. സൂപ്പർവൈസർ വളരെ സ്നേഹമുള്ള ആളായിരുന്നു. നീലിമ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. അയാൾ പറഞ്ഞു, പിന്നെ മോളെ, ജോലിക്ക് കയറുമ്പോൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. കസ്റ്റമറാണ് നമുക്ക് വലുത്. അവരെ വെറുപ്പിക്കരുത്. ഞാൻ നോക്കിക്കോളാം സർ. എന്നാൽ ജോലി ആവട്ടെ. നീലിമ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് കടന്നു. നീലിമയുടെ ലക്ഷ്യം അശ്വിനെ കണ്ടെത്തുക എന്ന് മാത്രമാണ്. അവൾ അതിനായി നേരെ ഉടനെ തന്നെ മുകളിലെ നിലയിലേക്ക് പോയി. അവിടെ അവൾക്ക് അശ്വിനെ കണ്ടെത്താനൊന്നും കഴിഞ്ഞില്ല. മുറിയിൽ പലതും അകത്തു നിന്ന് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെറുതെ തട്ടി വിളിച്ച് കസ്റ്റമറെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ജോലി പോകും. പിന്നെ ഈ ഹോട്ടൽ കയറാൻ പോലും സാധിക്കില്ല. എൻ്റെ ഈശ്വര, താൻ ഇനി എന്തു ചെയ്യും? എൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയില്ലല്ലോ എന്ന് നീലിമ സ്വയം പറഞ്ഞു. അപ്പോഴേക്കും അവൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ലിഫ്റ്റ് തുറന്ന് അഞ്ജലി ഇറങ്ങി വരികയാണ്. നീലിമയുടെ മുഖത്ത് പ്രതീക്ഷ തെളിഞ്ഞു. അവൾ കാണാതിരിക്കാൻ വേണ്ടി നീലിമ മറഞ്ഞു നിന്നു. അഞ്ജലിയെ ഫോളോ ചെയ്ത അശ്വിനുള്ള സ്ഥലം കണ്ടുപിടിക്കാമെന്ന ചിന്തയിൽ നീലിമ അവളെ പിന്തുടർന്നു. അഞ്ജലി ആ ഇടനാഴിലൂടെ ഇങ്ങനെ നടന്ന് മുറിക്കകത്തെ മുന്നിലേക്കെത്തി. നീലിമ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അഞ്ജലി വാതിൽ തട്ടിയതും അത് അകത്തു നിന്ന് 2 പുരുഷന്മാരിറങ്ങി വന്നു. അത് വേറെ മുറിയാണല്ലോ. അപ്പോൾ അച്ചു എവിടെയായിരിക്കുമെന്നുള്ളത് നീലിമ ചിന്തിച്ചു. എന്തായാലും അഞ്ജലി വെറുതെ ഇരിക്കാൻ വരില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. നീലിമ അഞ്ജലിയുടെ സംസാരം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു.
എവിടെയാ അവനെന്ന് അഞ്ജലി മുറിയിൽ നിന്നിറങ്ങിയ പുരുഷന്മാരോട് ചോദിച്ചു. അത് മാഡം, അവൻ നമ്മളെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞു. സിദ്ധാർത്ഥ് വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയെ അത് ബാധിക്കുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ മുറിയില്ല അയാള് അങ്ങനെ ഒരു കള്ളം പറയാണേ. അത് കേട്ട് അഞ്ജലിയുടെ മുഖം ചുവന്നു. എടാ പോഴന്മാരെ, ഒരു ചെറിയ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്ത നീയൊക്കെ എന്തിനാടോ? സോറി മാഡം എന്ന് പറഞ്ഞ് അയാൾ തല താഴ്ത്തി. ഇതെല്ലാം കേട്ട് പേടിച്ച് നിൽക്കുമായിരുന്നു നീലിമ. കുഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞ ഉടനെ തന്നെ അവൾ അവരുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അഞ്ജലി, എൻ്റെ മോനെവിടെ? മര്യാദക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചതായോ? നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി അവളെ അമ്പരപ്പോടുകൂടെ നോക്കി നിന്നു. നീലിമയെ അഞ്ജലി അവിടെ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ചേച്ചി, അത് പിന്നെ അച്ഛൻ, ഞാൻ ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ മോള് തിരിച്ചതായോ? അല്ലെങ്കിൽ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കും. നീലിമ ഫോൺ എടുത്ത് നേരെ പോലീസ് കൺട്രോൾ റൂമിൻ്റെ നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്യാൻ നോക്കി. അത് നോക്കി നിൽക്കുമായിരുന്നു അഞ്ജലിയുടെ ഗുണ്ടകൾ. അഞ്ജലിക്ക് അവരുടെ ആ ഒരു നിൽപ്പ് കണ്ട് ദേഷ്യം വന്നു. എടോ, എന്ത് നോക്കി നിൽക്കുവാടാ? അവൾ പോലീസിനെ വിളിച്ചാൽ എല്ലാവരും കൊടുക്കും. അത് കേട്ട് അവളുടെ ആളുകൾ നീലിമയുടെ അരികിലേക്ക് വന്ന് അവളുടെ ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങിച്ചു. ഇതെന്തൊരു കഷ്ടമാണ് അഞ്ജലി, എൻ്റെ കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ചേച്ചി ഇങ്ങനെ ടെൻഷനാവാതെ, അവൻ ചെറുതാണെന്നല്ലേ ഉള്ളൂ, നല്ല ബുദ്ധിയാ ചെറുക്കന്. അവൻ ദൂരമൊന്നും പോയി കാണില്ല, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമെന്ന് അഞ്ജലി പറഞ്ഞു. നീലിമ മറുപടി പറയാനാവാതെ അവിടെ നിന്നും അശ്വിനെ അന്വേഷിച്ച് പോവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അഞ്ജലി അവളെ തടഞ്ഞു. മാറി നിൽക്ക് ചേച്ചി, പേടിക്കാതെ, മോനെ ഞാൻ കണ്ടുപിടിക്കാം. അഞ്ജലി, നിനക്ക് എൻ്റെ മോനോട് വലിയ സ്നേഹമൊന്നുമില്ല എന്ന് എനിക്കറിയാം. കൂടുതലൊന്നും നീ അഭിനയിക്കണ്ട. ചേച്ചി പറയുന്നത് സത്യമാ. എനിക്ക് ചേച്ചിയോട് പോലും സ്നേഹമില്ല, പിന്നെയാണോ ചേച്ചിയുടെ മോനോട്? അഞ്ജലി ചിരിച്ചു. എന്നെ വിട്, ഞാൻ പോയി നോക്കിക്കോളാം അവനെ എന്ന് നീലിപ്പം പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. അത് പറ്റില്ല, അവൻ സിദ്ധാർത്ഥ് വിശ്വയുടെ മകനാണെന്നല്ലേ ചേച്ചി പറയുന്നത്? അപ്പോൾ വിശ്വ ഗ്രൂപ്പിൻ്റെ അടുത്ത അവകാശി അവനാണ്. ഞങ്ങൾക്ക് അവനെ വെച്ച് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ട് ചേച്ചി. സോ അവനെ കണ്ടുപിടിക്കേണ്ടത് ചേച്ചിയേക്കാൾ ഞങ്ങളുടെ ആവശ്യമാണ് എന്ന് അഞ്ജലി നീലിമയോട് പറഞ്ഞു. അഞ്ജലി പ്ലീസ്, എന്നെ പോവാൻ സമ്മതിക്ക്. നീലിമയുടെ ശബ്ദമിടറി. അഞ്ജലിയും അവളുടെ ആളുകളും നീലിമയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ അവരെ മറികടന്ന് പോവാനും അവൾക്ക് കഴിഞ്ഞില്ല. ആകെ നിസ്സഹായമായ അവസ്ഥയിലായിരുന്നു നീലിമ. ചേച്ചി പോയാ എങ്ങനെയാ? സിദ്ധാർത്ഥ് വിശ്വ അത് പറഞ്ഞത് നീലിമ അയാളുടെ പെണ്ണാണെന്നല്ലേ? സോ ചേച്ചിയെ വെച്ച് ഞങ്ങൾക്ക് കാര്യം നേടാനുണ്ട്. അയാൾ വരുമോ എന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അഞ്ജലി പറയാണ്. അഞ്ജലി സത്യമായിട്ടും അയാളും ഞാനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല അഞ്ജലി. എന്നെയും എൻ്റെ മോനെയും നിങ്ങൾ കൊന്നാലും അദ്ദേഹത്തിന് അത് ബാധിക്കാനൊന്നും പോകുന്നില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക്. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ചിരിച്ചതേയുള്ളൂ. സിദ്ധാർത്ഥ് വിശ്വ നേരിട്ട് വന്ന് പറയുന്നു ചേച്ചി അയാളുടെ പെണ്ണാണെന്ന്. ചേച്ചി പറയുന്നു അയാളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന്. ഞാനിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണം ചേച്ചി? നീലിമ ആകങ്ങനെ കുഴങ്ങി. അഞ്ജലിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും അവളുടെ മനസ്സിലേക്ക് തോന്നിയില്ല. അവൾ ദയനീയമായിട്ട് അഞ്ജലിയെ നോക്കി. അഞ്ജലി അപ്പോൾ അവളുടെ ആളുകളോട് പറഞ്ഞു, കൊണ്ടുപോയി ആ മുറിയിലേക്ക് അങ്ങ് പൂട്ടിയിട്. അഞ്ജലി പറഞ്ഞത് കേട്ട് അവളുടെ ആളുകൾ നീലിമയെ പിടിച്ചു വലിച്ചങ്ങ് കൊണ്ടുപോയി. നീലിമ കുതറാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അതിനൊന്നും അവൾക്ക് കഴിഞ്ഞില്ല. അഞ്ജലി പ്ലീസ്, എന്നെ പോവാനൊന്ന് സമ്മതിക്ക്. നീലിമ അവളോട് ദയനീയമായി പറഞ്ഞു. അഞ്ജലി അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. നീലിമയെ വെച്ച് സിദ്ധാർത്ഥ വിശ്വയുടെ ബിസിനസ് പങ്കാളിയാവുന്ന ആ ഒരു കാര്യം സാധിച്ചെടുക്കാമെന്ന് അവൾ മനസ്സിൽ കണക്ക് കൂട്ടി. മുറിയിൽ സിദ്ധാർത്ഥ് ഉണരുമ്പോൾ തന്നെ അടുത്ത് അശ്വിൻ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് കാണുന്നത്. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ് മോനെ, എപ്പോഴാണ് എണീറ്റത്? കുറച്ച് നേരമായി. അമ്മയെ വിളിക്കേണ്ടേ? ഞാൻ ഡാഡി ഉണരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അശ്വിൻ പറഞ്ഞു. ഇത് കേട്ട് സിദ്ധാർത്ഥ് എഴുന്നേറ്റു. എന്നിട്ട് ഫോൺ ലോക്ക് തുറന്നിട്ട് അശ്വിന് കൊടുത്തു. അശ്വിൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് അശ്വിൻ ഉറക്കത്തിൽ അമ്മയെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൻ്റെ മുഖത്തുമുണ്ടായിരുന്നു. അശ്വിനോട് അതൊന്നും പ്രകടിപ്പിച്ചില്ല. ഡാഡി, അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് അശ്വിൻ പേടിയോടുകൂടി ചോദിച്ചു. ഉറക്കച്ചടവ് മാറാതെ സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് നീലിമയുടെ നമ്പറിലേക്ക് ഒന്നുകൂടി ഡയൽ ചെയ്തു. അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ ഫോൺ കണക്റ്റ് ആവുന്നില്ല. സിദ്ധാർത്ഥ് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബോഡി ഗാർഡിനെ അകത്തേക്ക് വിളിച്ചു. ആ നീലിമ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചിട്ട് മോൻ നമ്മുടെ കൂടെയുണ്ടെന്ന് അവളോട് പറഞ്ഞേക്ക്. ശരി സർ എന്ന് പറഞ്ഞ് ബോഡി ഗാർഡിൽ ഒരാൾ അതും പറഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അശ്വിൻ്റെ മുഖത്ത് നല്ല സങ്കടമുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് വാതിലടച്ചതിന് ശേഷം തിരികെ വന്ന് അവൻ്റെ അടുത്തിരുന്നു. മോൻ പേടിക്കേണ്ട കേട്ടോ, അമ്മയുടെ ഫോണിൽ ചിലപ്പോൾ വല്ല പ്രോബ്ലവും ആവും, അതുകൊണ്ടാ പേടിക്കേണ്ട കേട്ടോ. അശ്വിന് അത് കേട്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സിദ്ധാർത്ഥ് പെട്ടെന്നങ്ങ് വല്ലാതായി. അവൻ അശ്വിൻ്റെ തലയിലെങ്ങനെ തടവി. താൻ എന്താണ് അശ്വിനെ ഇത്രമാത്രം അടുപ്പം കാണിപ്പുമ്പോൾ തടയാൻ തോന്നാത്തത് എന്ന് സിദ്ധാർത്ഥ് പോലും ആലോചിച്ചു. അവനതിന് ഉത്തരമൊന്നും കിട്ടിയില്ല. മോൻ കരയാതെ, അമ്മ ഇപ്പം തന്നെ വരുമെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു.
ഡാഡി, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എന്ന് അശ്വിൻ കരച്ചിലിടയിൽ തന്നെ ചോദിക്കാണ്. സിദ്ധാർത്ഥ് അത് കേട്ട് അവനെ എടുത്തുയർത്തി. എന്നിട്ട് പറഞ്ഞു, അശ്വിൻ നല്ല കുട്ടിയല്ലേ, അമ്മക്കൊന്നും പറ്റില്ല. ദേ അങ്കിൾ മോൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ പോയത്. അമ്മ ഇപ്പം ഇങ്ങോട്ടേക്ക് വരും. അത് കേട്ട് അശ്വിന് കുറച്ച് സമാധാനം തോന്നി. അവൻ സിദ്ധാർത്ഥിൻ്റെ കഴുത്തിലിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നു. സിദ്ധാർത്ഥ് റൂം സർവീസിൽ വിളിച്ചിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാണ്. സത്യത്തിൽ സിദ്ധാർത്ഥ് കുട്ടികളെ എടുക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ അശ്വിനോട് മാത്രം അവന് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം മാത്രം അവൻ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ ഭക്ഷണം എത്തി. അശ്വിന് കഴിക്കാൻ സിദ്ധാർത്ഥ് ദോശയും ചട്നിയുമായിരുന്നു ഓർഡർ ചെയ്തത്. അതൊരു ചെറിയ പ്ലേറ്റിലാക്കി സിദ്ധാർത്ഥ് അശ്വിൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. അശ്വിൻ അത് കഴിച്ചില്ല. അവൻ്റെ മുഖത്ത് അമ്മയെ കാണാത്ത സങ്കടം നിറഞ്ഞു നിന്നു. മോനിത് കഴിക്കുമ്പോഴേക്കും അമ്മ ഇങ്ങോട്ടേക്ക് വരും. വേണ്ട ഡാഡി, അമ്മ വരട്ടെ, എന്നിട്ട് മതിയെന്ന് അശ്വിൻ പറഞ്ഞു. ആ കുഞ്ഞിന് അമ്മയോടുള്ള സ്നേഹം അത്രമാത്രമുണ്ട് എന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. അശ്വിൻ്റെ മുഖത്ത് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് എത്ര പറഞ്ഞിട്ടും അശ്വിൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അവസാനം സിദ്ധാർത്ഥ് ദോശയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് അശ്വിന് നേരെ നീട്ടി. ഇത് കഴിക്ക്, സിദ്ധാർത്ഥ് സ്നേഹത്തോടു കൂടെ പറഞ്ഞു. അന്നേരം മാത്രം അശ്വിൻ ഭക്ഷണം കഴിച്ചു. അശ്വിന് ഫുഡ് വാരി കൊടുക്കുന്ന സിദ്ധാർത്ഥിനെയാണ് മുറിയിലേക്ക് കയറി വന്ന ബോഡി ഗാർഡ് കാണുന്നത്. അയാൾക്ക് ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നി. സിദ്ധാർത്ഥ് ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് അയാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താടാ പോയ കാര്യം, എന്തായി എന്ന് ചോദിച്ചു. ആ കുട്ടി ഇന്ന് ജോലിക്കൊന്ന് വന്നിരുന്നു. പക്ഷേ അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയെന്നോ? ആര്? സിദ്ധാർത്ഥ് ചോദിച്ചു. ഒരു പെണ്ണാണെന്ന് അവർ പറഞ്ഞത്. അത് ആൻറ്റി ആയിരിക്കും. അവരെൻ്റെ അമ്മയെ ഉപദ്രവിക്കുമെന്ന് അശ്വിൻ കരഞ്ഞുകൊണ്ട് തന്നെ പറയാണ്. അവൻ ഉദ്ദേശിച്ചത് അഞ്ജലിയാണെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. നിന്റെ അമ്മയെ അവരൊന്നും ചെയ്യില്ല, ഞാനില്ലേ എന്ന് സിദ്ധാർത്ഥ് ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. അവൻ്റെ മുഖത്ത് ആ ഒരു അഞ്ജലിയോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു. അശ്വിൻ്റെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അമ്മ എവിടെയായിരിക്കുമെന്ന് കോർത്ത് അവൻ ശരിക്കും പേടിച്ചു. സിദ്ധാർത്ഥ് എഴുന്നേറ്റ് ചെന്ന് വേഷം മാറി. അശ്വിൻ അപ്പോഴും കിടക്കയിൽ തന്നെയായിരുന്നു. സിദ്ധാർത്ഥിനെ നോക്കി അശ്വിൻ പറഞ്ഞു, ഡാഡി, എനിക്ക് ആ ആൻറ്റിയെ തീരെ ഇഷ്ടമല്ല. അവർ അമ്മയെ കൊല്ലുമോ ഡാഡി? അശ്വിൻ, ഞാൻ പറഞ്ഞില്ലേ, നിന്റെ അമ്മക്കൊന്നും സംഭവിക്കില്ല. സംഭവിച്ചാൽ പിന്നെ അവരെന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അവരെന്നും ഈ ഭൂമിയിൽ വച്ചേക്കില്ല എന്ന് സിദ്ധാർത്ഥ് വളരെ ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്. ഇത്രയുമൊക്കെ ദേഷ്യം തോന്നാൻ നീലിമയെ രക്ഷിക്കണമെന്ന് ചിന്തിക്കാൻ മാത്രം ആരാണ് തനിക്ക് ഈ നീലിമ? ആ കുഞ്ഞിന് വേണ്ടി മാത്രമാണോ താൻ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് സിദ്ധാർത്ഥ് സ്വയം ചോദിച്ചു. അവൻ സാധാരണയായി അങ്ങനെ ആരെയും അങ്ങനെ അടുത്തേക്കൊന്നും അടുപ്പിക്കാറില്ല. ഇതിപ്പോൾ നീലിമയും അശ്വിനും പെട്ടെന്നാണ് തൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. അവരെ തടയാൻ അവന് സാധിക്കുന്നില്ല. ഡാഡി, വേഗം ഡാഡി, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപേ തന്നെ ഡാഡി പോയിട്ട് അമ്മയെ രക്ഷിക്കണം. സിദ്ധാർത്ഥ് അത് കേട്ട് ചിന്തയിൽ നിന്നിങ്ങനെ ഉണർന്ന് അവനെ നോക്കി. അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അങ്ങനെ ഒരു ഭയം സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. ആരെക്കുറിച്ചും ആശങ്കപ്പെടാത്ത ആളല്ലായിരുന്നു സിദ്ധാർത്ഥ്. എന്നിട്ടു പോലും അവന് നീലിമയെ ഉടനെ തന്നെ രക്ഷിക്കണമെന്ന് തോന്നി. അങ്ങനെ സിദ്ധാർത്ഥ് നീലിമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും ഓടിപ്പായുന്ന ആ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.